UDF സ്ഥാനാർത്ഥി TN പ്രതാപനെതിരെ രൂക്ഷ വിമർശനവുമായി DCC മുൻ വൈസ് പ്രസിഡന്റ് രംഗത്ത്. റംസാൻ നോമ്പെടുക്കുന്നത് മുതൽ അറിയാത്ത മനുഷ്യരെ ചെന്ന് കെട്ടിപ്പിടിച്ച് ശാരീരികാക്രമണം നടത്തുന്നത് പോലെയുള്ള അപഹാസ്യ നാടകമാടുന്ന TN പ്രതാപൻ തട്ടിപ്പിന്റെ ആൾരൂപമാണെന്ന് DCC മുൻ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് MS അനിൽകുമാർ പാവറട്ടിയിൽ നടത്തിയ പത്രസമ്മേളനത്തിൽ പറഞ്ഞു. SFI നേതാവായിരുന്ന കൊച്ചനിയൻ വധക്കേസിൽ തന്നെ ഒന്നാം പ്രതിയാക്കിയത് കോൺഗ്രസിലെ ചിലരുടെ താൽപര്യപ്രകാരമാണെന്നും പിന്നീട് ഹൈക്കോടതി തന്നെ കുറ്റമുക്തനാക്കിയപ്പോൾ സന്തോഷിക്കുന്നതിന് പകരം ഏറ്റവും കൂടുതൽ വിഷമിച്ചത് കോൺഗ്രസ് നേതാക്കളിൽ പലരുമാണെന്നും അദ്ദേഹം പറഞ്ഞു. തനിക്കെതിരെ നിൽക്കുന്നവരെ അവസാനിപ്പിക്കുന്നതാണ് പ്രതാപന്റെ രാഷ്ട്രീയം. കൊടുങ്ങല്ലൂരിലെ തെരഞ്ഞെടുപ്പിന് ശേഷം മത്സരത്തിനില്ല എന്ന് പ്രഖ്യാപിച്ചയാളാണ് പ്രതാപൻ. എന്നിട്ടും ഗുണമില്ലെന്ന് മനസ്സിലാക്കിയാണ് വീണ്ടും നിയമസഭയിലേക്ക് മത്സരിക്കാൻ പ്രതാപൻ എത്തിയിരിക്കുന്നത്. മന്ത്രിയാകുമെന്ന ദിവാസ്വപ്നത്തിൽ വകുപ്പും PA-മാരെ വരെ പ്രതാപൻ തീരുമാനിച്ചു കഴിഞ്ഞതായും MS അനിൽകുമാർ പറഞ്ഞു. ചതിയൻ എന്ന പേര് കൂടുതൽ ചേരുന്നതും പ്രതാപനാണെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി. കടിക്കും ഉമ്മത്തും മുരളീധരൻ തൃശ്ശൂർ വന്നപ്പോൾ മുരളീധരൻ കാണിക്കുന്നത് ഞാൻ കണ്ടായിരുന്നു. മറ്റേ വണ്ടിയിൽ വെച്ചിട്ട് കടിക്കും ഉമ്മത്തും. പിന്നീട് പറഞ്ഞത് ഞാനാണെങ്കിൽ ജയിച്ചാന്ന് പറഞ്ഞത്. ഇദ്ദേഹം ആണെങ്കിൽ 1.5 ലക്ഷം വോട്ട് തോൽക്കും. മുരളീധരൻ വന്ന് ഇറങ്ങി വാങ്ങിയ തോൽവിയല്ല. ഞാൻ മുരളീധരനോട് ചോദിച്ചു, എന്തിനാണ് നിങ്ങൾ ഇവിടെ വന്നേ? അപ്പോൾ ആൾ പറഞ്ഞത് ഇത്രയും അപകടകരമായ അവസ്ഥയാണെന്ന് എനിക്കറിയാമില്ല. അത്രമാത്രം ആളുകളെ വെറുപ്പിച്ചിരുന്നു. ഒരു കോൺസ്റ്റിറ്റ്യുവൻസിയിൽ ആകെ നാട്ടികയിലാണ് 2 വട്ടം ജയിച്ചത്. പിന്നെ ഒരു കോൺസ്റ്റിറ്റ്യുവൻസി ഇദ്ദേഹം മത്സരിച്ചാൽ പിന്നെ ഒരിക്കലും വേറെ കോൺഗ്രസ്സുകാരനോ പാർട്ടിക്കാരനോ UDF-കാരനോ ജയിക്കില്ല. BJP പാവറട്ടി മണ്ഡലം ജനറൽ സെക്രട്ടറി ബിജു പാട്ട്യാമ്പുള്ളി പത്രസമ്മേളനത്തിൽ പങ്കെടുത്തു.